ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറേ ആയി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. മെയിൻ ആയിട്ടുള്ള കാരണം വേറൊന്നുമല്ല, മടിയാണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ട് തന്നെ ആ മടി ഇല്ലാണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ അല്ല, ഒരു 10-11 മണിക്ക് നല്ലൊരു ചായയും കുടിച്ചിട്ട് ഉഷാറായിട്ട് നിന്നത് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ ഫസ്റ്റത്തെ പണി എന്ന് പറയുന്നത് ഈ ടാബിലൊന്ന് ക്ലീൻ ചെയ്തിടണം. വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യേണ്ടതല്ലേ, ടാബിലാണെങ്കിൽ കംപ്ലീറ്റ്ലി മെസ്സായിട്ട് കിടക്കുക. അപ്പോൾ ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്യാം. ലേറ്റ് ആയിട്ട് എണീച്ചുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ എന്താന്ന് ചിന്തിച്ചപ്പോൾ അതന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ തിന്ന് കാണിച്ച് എനിക്കും മടുത്ത് കണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും മടുത്തിട്ടുണ്ടാവും. ആ സെയിം പരിപാടി തന്നെയാണ്. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുക, ഫ്രൂട്ട് ബോൾസ് ഒക്കെ യോഗട്ട് ഇടുക, കഴിക്കുക. കണ്ട് നിങ്ങൾക്കും മടുത്ത് അതുപോലെ കഴിക്കുന്ന എനിക്കും മടുത്തിട്ടില്ല എന്നുള്ള ചോദ്യമൊന്നും വേണ്ട. ഇത് അത്യാവശ്യം കഴിക്കാൻ അടിപൊളിയാണ്, അതുകൊണ്ട് തന്നെ വലിയ മടുപ്പൊന്നുമില്ല. പിന്നെന്താ, ഹെൽത്തിയുമാണ്, വേറെന്താ വേണ്ടേ. ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കൊച്ചു വർത്താനങ്ങളും പറഞ്ഞിട്ടെങ്കിൽ ഇരിക്കാം. എപ്പോഴും വീട്ടിൽ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് ഇന്ന് വീട്ടിൽ. അപ്പോൾ അവർക്ക് ചെറിയ ഷൂട്ട് ഉണ്ട്. ഞാനാണ് ഷൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, ഞാനാണ് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് അവർ സ്റ്റാറ്റസ് ഇട്ടുള്ളൂ, നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, പാവങ്ങൾ. അപ്പോൾ സംഭവം വെറൈറ്റി അല്ലേ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാന്ന് വെച്ചു. ബാക്കി കഥ നമുക്ക് പിന്നെ പറയാം. ഞാനിതൊന്ന് കഴിക്കട്ടെ. ഞാൻ വിചാരിച്ചത് ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് 2 പാട്ടും പാടി ഇരിക്കുമ്പോഴത്തേക്ക് അവരിങ്ങെത്തുന്നതാണ്, പക്ഷേ വന്നില്ല. അപ്പോൾ പിന്നെ ഒരു മൂവി എടുത്ത് കാണാമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോഴത്തെ മൂഡ് അനുസരിച്ചിട്ട് ലവ് സീരീസോ ലവ് മൂവിയോ കാണാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. ആക്ഷൻ തീരെയില്ല. ഡ്രാമ കോമഡി നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പം പിന്നെ ഇമോഷണൽ ഹാർട്ട് ടച്ചിങ് അതായിരിക്കുമല്ലോ കാറ്റഗറി. എന്നാൽ പിന്നെ നമുക്ക് അതന്നെ കണ്ടേക്കാം. സംഭവം വേറൊന്നുമല്ല, ഏതെങ്കിലും ഒരു ഫിലിം കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ ഫിലിമിനനുസരിച്ചിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അത് കാണുമ്പോൾ കൂടുതൽ രസമായിരിക്കുമല്ലോ. ഇപ്പോൾ ലവ് മൂഡിലിരിക്കുമ്പോൾ ഒരു ലവ് ഡ്രാമ കാണാൻ തോന്നും, ബോർഡായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഡ്രാമ കാണാൻ തോന്നും. ഇനി ഈ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ എന്തായാലും കണ്ടു നോക്കണം. ഇത് കൂടുതലൊന്നും പറയുന്നില്ല. ഇത് കണ്ടതിൻ്റെ ഹാങ് ഓവർ മാറണമെങ്കിൽ ഒന്ന് ഇറങ്ങി എണീക്കണം. ഫയർഫ്ലൈസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഫിലിം കഴിയുമ്പോഴത്തേക്ക് അവർ വരുന്നാണല്ലോ എക്സ്പെക്ട് ചെയ്തത്, അപ്പോഴും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് കാത്തിക്കുന്നല്ലേ നല്ലത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പോയിട്ട് കഴിക്കാം. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. ഈ കല്ലുമ്മക്കായ് ഫ്രൈ ഞാൻ ആക്കിയതാണ്. പുകയത്തി പറയാമെന്ന് വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ ആക്കുന്നത് സാധനങ്ങൾ ഒരുവിധം അടിപൊളിയാവാറുണ്ട്. ഇന്നും പതിവ് തെറ്റിച്ചിട്ടില്ല, അതും അടിപൊളിയായിരുന്നു. ഈ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇതിപ്പോൾ ഷൂട്ടിന് പോകുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ വേണം. ഈ ക്രാഫ്റ്റ് ഫീൽഡ് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പേ വിട്ടതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് കവടി നിരത്തി നോക്കേണ്ടി വരും. അപ്പോൾ അവരിങ്ങ് എത്തിയിട്ട് ഹറിബറി ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ സാധനങ്ങളൊക്കെ തപ്പി എടുത്ത് ഓർഗനൈസ് ചെയ്ത് എൻ്റെ ബാഗിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞുതരാം. ആ ടൈമിൽ എൻ്റെ അടുത്ത് ഒരുപാട് ക്രാഫ്റ്റ് വർക്കിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ തമ്പുരാനറിയാം. അപ്പോൾ എനിക്ക് തപ്പിയിട്ട് കിട്ടിയത് ഈ ഫ്ലവേഴ്സും കാൻഡിൽസും വുഡ് കട്ടും ഒക്കെയാണ്. ഇതിൽ പലതും ഇപ്പോൾ എൻ്റെ ടേബിളിൻ്റെ മുകളിൽ ഞാൻ ഡെക്കർ ഐറ്റംസ് ആയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ട് വെച്ചിട്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ക്രാഫ്റ്റ് വർക്കിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കളക്ട് ചെയ്ത് വെക്കുന്നതും അത് വെച്ചിട്ട് പുതിയ വീഡിയോസും ആംഗിളൊക്കെ ട്രൈ ചെയ്തിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുത്ത് നല്ല റിവ്യൂ ഒക്കെ കിട്ടുന്നത് സംതിങ് ഗ്രേറ്റ് ഫോർ മീ. പിന്നെ ഇത് എൻ്റെ യുക്ലേലെ. പണ്ട് ഞാൻ ചെറുങ്ങനെ പാടുമായിരുന്നു. അതൊക്കെ ഒരു കാലം. അതാണ് നിൽക്കട്ടെ. ആ സൈഡിലോട്ട് പോയ തല കണ്ടെങ്കിൽ അതാണ് നമ്മളെ വീട്ടിലെ ഏറ്റവും വലിയ VIP. ആളുടെ പേര് ബെല്ല. എൻ്റെ കൊറോണ ടൈമിലുള്ള ബർത്ത്ഡേൻ്റെ ടൈമിൽ ഗിഫ്റ്റ് ആയിരുന്നു ഇവള്. ആ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതുപോലെ ആ ഗിഫ്റ്റ് തന്ന ആളും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എന്തായാലും ആള് ഫ്രെയിമിൽ നിന്ന് പോയിട്ടുണ്ട്. ആൾക്ക് വിശ്രമവേളയായിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോസിൽ വരികയാണെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട്സും കയറി വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ബീച്ചിൽ പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത ചെറിയ ചെറിയ ക്ലിപ്സ് ഞാനിവിടെ കാണിക്കാം.
അപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ബീച്ചിലേക്ക് പോയിട്ട് നല്ലോണം വെയിലത്ത് കളിച്ചുകൊണ്ട് മുഖം നല്ലോണം ടാൻ ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. കെമിക്കൽ പീൽ ഓഫ് മാസ്കും ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഫേസ് പാക്കും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്കിൻ കെയർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് മാക്സിമം ടയർഡ് ആയിട്ടുണ്ട്. ഇനി പെട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പോയിട്ടൊന്ന് ഉറങ്ങാൻ. അതിന് മുമ്പ് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. നാളത്തെ ഷൂട്ടും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ജേർണൽ പോലെ എഴുതി വെക്കാം. അത് എപ്പോഴൊന്നും ഇല്ല, തലേദിവസം എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് എഴുതി വെക്കാറുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് വായിക്കുകയും കൂടി ചെയ്താൽ ഇന്നത്തെ ഡേ കംപ്ലീറ്റ്ലി ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.